നമസ്കാരം. എൻ്റെ മിറക്കിൾ ടാരോട്ട് ഹീലിംഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന റീഡിംഗ്, നമുക്കെല്ലാവർക്കും കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു റീഡിംഗാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഈ റീഡിങ്ങിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തരും ആരെ വിശ്വസിക്കണം, വിശ്വസിക്കണ്ട എന്നുള്ളത്. യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അനുസരിച്ച് നമ്മളുടെ കൂട്ടുകാരെ എല്ലാം ഒന്ന് വിലയിരുത്താം. അപ്പോൾ കാർഡ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചോളൂ. എന്താണ് നിങ്ങളുടെ കൂട്ടുകാരെ പറ്റി യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഓം നമഃ ശിവായ. Universe, guide me, universe. Guide me, universe. ടാറ്റ. ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. King of Pentacles, 4 of Cups, 10 of Wands, 3 of Swords, Strength card, 4 of Wands. ഇതിൽ എനിക്ക് രണ്ട് തരം റീഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു യു എന്നാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന റീഡിംഗ് മാത്രം എടുത്തിട്ട് ബാക്കി വിട്ടേക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിനകത്ത് എനിക്ക് രണ്ട് തരം റീഡിംഗ് ആണ് കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ റീഡിംഗ് എന്തെന്നാൽ, നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം തന്ന് സഹായിക്കുന്നവരാണോ നിങ്ങളുടെ കൂട്ടുകാർ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയോ നിങ്ങൾക്ക് 100% വിശ്വസിക്കാമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കുടുംബപരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് വൻ ലോസ് സംഭവിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനിരിക്കുന്നു, ആ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാമ്പത്തികം ഇല്ല. ആ ഒരു ഘട്ടങ്ങളിൽ നിങ്ങൾ മാനസികമായി ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ മാനസികമായി വളരെ വിഷമം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികം തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അവരുടെ കയ്യിലില്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലും അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. സാമ്പത്തികത്തിൻ്റെ പേരിലല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ പോലും നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണെങ്കിൽ, നിങ്ങളുടെ മുമ്പോട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടങ്ങളിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടുള്ള ആൾ എന്നുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയെയും 100% വിശ്വസിക്കാമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ
ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സുവിശേഷതകളും ആ ഒരു വ്യക്തിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ലോകം തന്നെ എതിർത്താലും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു വലിയ കൈത്താങ്ങായി കൂടെ ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു ബർഡൻ ചുമക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി എന്തെങ്കിലും ബ്രേക്കപ്പ് ആകാം, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ട് കൂടെ കണ്ട ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളൊരു ചിന്തയിൽ പോലും നിങ്ങൾ ഹാർട്ട് ബ്രേക്ക് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ അനുഭവിച്ച് നിങ്ങളെ കൊണ്ട് ഒട്ടും കൊള്ളില്ല, നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റായി പോകുന്നു, നിങ്ങളിനി എന്ത് ചെയ്യും, ജീവിതത്തിൽ എന്ത് ചെയ്യും എന്ന് അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂട്ടുകാരൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചോളൂ. നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എവിടെയൊക്കെ സഹായം ചോദിച്ച് ചെന്നിട്ടുണ്ടെങ്കിലും, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ പോലും നിങ്ങളുടെ അച്ഛനമ്മമാർ പോലും നിങ്ങളെ സഹായിക്കാത്ത ഒരു ഘട്ടങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ഒരു കൂട്ടുകാരൻ എന്നുള്ളൊരു സ്ഥാനം കൊടുത്ത ആ ഒരു വ്യക്തി നിങ്ങളെ ആ ഒരു പ്രതിസന്ധിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു കേസ് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഒരു കേസിൽ പെട്ടു, അതിൽ നിന്ന് ഊരിയെടുക്കാൻ ആരുമില്ല, നിങ്ങളാരും സഹായിക്കാനില്ല. ഇപ്പോൾ ആ കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഒരു വലിയൊരു തുകയായിരിക്കും കെട്ടിവെക്കേണ്ടി വരിക. വീട്ടുകാർ പോലും ജാമ്യത്തിലെടുക്കാനില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ, അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങളെ ആരാണ് സഹായിച്ച് കൂടെ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു മോശഘട്ടത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, നിങ്ങൾക്ക് കരുത്ത് തന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ആരാണോ ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിരുന്നോളൂ. നിങ്ങളുടെ ലൈഫ് ലോങ് ഈ ഒരു വ്യക്തി നിങ്ങളെ ചതിക്കാതെ കൂടെ ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇത്രയും സുവിശേഷതകളുള്ള ഒരു കൂട്ടുകാരനാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ആ കൂട്ടുകാരൻ നിങ്ങളുടെ കുടുംബപരമായും നിങ്ങളുടെ മാനസികപരമായും നിങ്ങൾക്ക് സന്തോഷങ്ങളും ഉയർച്ചകളും ഉണ്ടാകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കത്തില്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു ചങ്ങാത്തം. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാർ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ടപ്പോഴത്തേക്ക്, ഈ ഒരു റീഡിങ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 2 രീതിയിലത്തെ ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നത്. രണ്ടാമത്തെ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിനകത്ത് 2 റീഡിംഗ് എനിക്ക് കാണാൻ സാധിച്ചത് തന്നെ ചിലപ്പോൾ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹമായിരിക്കും. ഈ ലോകത്ത് വ്യക്തികളുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുമല്ലോ. സെൽഫിഷായിട്ടുള്ള ആൾക്കാരും ഈ ലോകത്തുണ്ട്. രണ്ടാമത്തെ ഒരു റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബെനിഫിറ്റിന്, അതായത് നിങ്ങളുടെ കൂടെ നിർത്തിയിരിക്കുന്ന കൂട്ടുകാർ എന്നുള്ളൊരു സ്ഥാനം കൊടുത്ത് നിങ്ങളുടെ കൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെങ്കിൽ മാത്രം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് ആ വ്യക്തിക്ക് ഒട്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണില്ല, സത്യസന്ധത കാണില്ല. ഇപ്പോൾ സത്യസന്ധത കാണിക്കുവാണെങ്കിൽ തന്നെയും സെലക്റ്റീവായിട്ടായിരിക്കും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കരുത്. ആ കൂടെയുള്ള വ്യക്തികളുടെ സ്വഭാവം നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ആ വ്യക്തി 100% മാനിപ്പുലേറ്റീവാണ് നിങ്ങളോട്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബിഹേവിയർ കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തി കേട്ടാലോ അറിഞ്ഞാലോ അത് നിങ്ങളോട് തുറന്നു പറയില്ല. നിങ്ങൾക്ക് എന്താണോ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് മാത്രം സെലക്റ്റീവായിട്ട് മാത്രം നിങ്ങളോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കുക എന്നുള്ളതായിരിക്കും ഈ വ്യക്തിയുടെ ഉദ്ദേശം. നിങ്ങളെ പല കാര്യങ്ങൾക്കും അവർ കമ്പല് ചെയ്ത്, അതായത് അവർ ഈ സോപ്പിടുക എന്നൊക്കെ പറയത്തില്ലേ, അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും അവർ പോകും. നിങ്ങളെ
പല കാര്യങ്ങളും കമ്പൽ ചെയ്ത് നിങ്ങളിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് അവർ ഊറ്റിയെടുക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക്, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ അകറ്റി നിർത്തണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. നിങ്ങളൊരു 100% കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ആ ഒരു വ്യക്തിയോട് കാണിക്കുന്നത്. പക്ഷേ എന്ത് സാഹചര്യം വന്നാലും, ഇപ്പം നിങ്ങളെപ്പറ്റി ആരെങ്കിലും ഒരു ഗോസിപ്പാവട്ടെ, ഒരു ഇല്ലാവചനങ്ങൾ പറഞ്ഞിറക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഉടനടി തന്നെ അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ സമയമാവുമ്പോൾ അപ്പുറത്ത്, അതായത് നിങ്ങൾക്കെതിരെയുള്ള വ്യക്തികളുടെ കൂടെ ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തൂ. അവരുടെ സെൽഫിഷിന് ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കത്തില്ല. നിങ്ങളെ കൂടെ നിർത്തി അവരുടെ കാര്യം മാത്രം നേടുന്നവരായിട്ടും നിങ്ങൾ എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ 100 കൂട്ടം എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂട്ടുകാരായിട്ട് കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അകറ്റി നിർത്തൂ. കാരണം ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കുറേ നെഗറ്റീവ് എനർജീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ഈ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ ഉള്ള ആൾക്കാരാണ്, അതായത് കൂട്ടുകാരാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിപരമായിട്ടുള്ള സന്തോഷകാര്യമാവട്ടെ, നിങ്ങളുടെ കരിയർ സംബന്ധമുള്ള സന്തോഷകരമാവട്ടെ, നിങ്ങളുടെ സാമ്പത്തികം, ഇതിൻ്റെ ഒന്നും നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയോട് ഷെയർ ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വാണിംഗ് തരുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത് 100% ഫേക്കായിട്ടുള്ളൊരു കള്ളത്തരം നിറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. നിങ്ങളുടെ ഉയർച്ചയിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യവും അസൂയയുമായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ ഏഞ്ചൽസിന് നിങ്ങളോട് തരാനുള്ള ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കൈകളിലാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് തന്ന ഇത്രയും മെസ്സേജിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യൂ. എന്നിട്ട് ഇന്ന് തന്നെ തീരുമാനമെടുക്കൂ, ആരായിരിക്കണം നിങ്ങളുടെ ലൈഫിലുള്ളത്, ആരെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയേണ്ടത്. ഈ ഒരു റീഡിംഗ് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ യൂണിവേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ 2 ഉത്തരമാണ് ആ ഒറ്റ കാർഡ് സ്പ്രെഡിലൂടെ യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന മെസ്സേജ് ഇതാണ്. എല്ലാവരും യൂണിവേഴ്സിന് നന്ദി പറയുക. ഞാനും യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഈ വീഡിയോ ഇപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് റീഡിംഗ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ഞാനത് പരിഗണിക്കുന്നതായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കി അതിനുള്ള സൊല്യൂഷൻസും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.